ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ നല്ല മുരിഞ്ഞ പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചെയ്തൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു സബ്സ്ക്രൈബർ അത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരാണെന്ന് വീഡിയോയുടെ എൻഡിൽ നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. ചെറിയ തരം പരിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ കുത്തിക്കാച്ചാനും കറി വെക്കാനൊക്കെ എടുക്കുന്ന പരിപ്പാണിത്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുമാതിരി ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം പോയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം. അരക്കാന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് അരക്കരുത്. കുറച്ച് തരികളൊക്കെ ഉണ്ടാവണം. പരിപ്പുവട കഴിക്കുമ്പോൾ അങ്ങനല്ലേ കടിക്കുമ്പോൾ. അപ്പോൾ അതേ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗളിൻ്റെ ഒരു 3/4 ഭാഗത്തോളമുള്ള പരിപ്പല്ലേ, അത് ഏകദേശം ഒരു 2 ഗ്ലാസ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, വേപ്പില, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, അതുപോലെ ഇഞ്ചി, അതൊക്കെ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കുക. അതല്ലെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ ചെറിയ ഉള്ളി ഒരു 8 എടുത്തിട്ടുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക്, 5-6 പച്ചമുളക്, കാരണം എരിവ് ഇത്തിരി വേണം ഇതിന്, പരിപ്പല്ലേ. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്യുമ്പോഴത് ഇത്തിരി ടൈറ്റ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ വെക്കുക. അപ്പോൾ ഇനി ഇതിങ്ങനെ ഓരോന്നെടുത്തിട്ട് നമ്മളെ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ജസ്റ്റ് 2 കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ശരിക്കും ആ ഷേപ്പിലായിട്ട് കിട്ടും. അതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ താഴത്തെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇനി ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ കാലത്ത് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കണം, കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴാണ് വൈകിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ്, ഇഞ്ചി, ഉള്ളി, വേപ്പില, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്ലേവർ. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊരിക്കുക, കാരണം ഉള്ളിൽ നന്നായിട്ട് വേവണം. പരിപ്പുവട അങ്ങനെയാണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ ഒരെണ്ണമായിട്ട് ഇടണമെന്ന് വെച്ചാൽ ചെറിയ ചട്ടി എടുത്തത് ഇത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇത് കുറേ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ വീണ്ടും പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുമ്പോൾ അത് കുറേ ഉണ്ടാവും. അപ്പോൾ കുറച്ചെടുക്കുമ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ യൂസ് ചെയ്ത വെളിച്ചെണ്ണ പിന്നെയും കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അൺഹെൽത്തി ആയ കാര്യമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യും, ഒരെണ്ണമായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഏതായിട്ടുണ്ട്, മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൈ വെളിച്ചെണ്ണയെ തട്ടുന്ന പേടിയുള്ളവർ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണയ്ക്കൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്, എന്നാലും ജസ്റ്റ് അപ്ലോഡ് ചെയ്തെന്നുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ റമദാൻ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫിൽ ഉന്നക്കായ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതിൽ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സാറ് അവരുടെ വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരുടെ ഫാമിലി എല്ലാവരും കൂടി അത് ഉണ്ടാക്കി നോക്കിയാൽ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് അയച്ചാണ്. അപ്പോൾ ഞാനതിവിടെ പോസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപ്പുവട ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പുറമേ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ബേക്കിംഗ് സോഡ വേറെ സംഭവങ്ങളൊന്നും വേണ്ട. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏതായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലൊക്കെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. നല്ല സിമ്പിൾ റെസിപ്പി തന്നെയാണ്, നേന്ത്രപ്പഴം വെച്ചിട്ട്.
അപ്പോൾ ഓക്കെ, വീണ്ടും താങ്ക് യു ഫോർ വാച്ചിങ്.